ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പൊടി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുതിർത്തിട്ട് ആട്ടിയെടുക്കാം. ആട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് അപ്പം നമ്മുടെ മാവ് എന്തായാലും നോക്കാം. എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് ഈ സമയത്ത് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു നനവുള്ള സമയത്ത് തന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ദോശമാവിലോട്ട് നന്നായിട്ട് പറ്റിയിരിക്കും. പൊടി നമുക്ക് വേണ്ടുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ദോശപ്പൊടിയാണ്. എൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയാണ്. ദോശ കളർഫുള്ളായിട്ട് കാണും, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് ചട്നി, തേങ്ങാ ചട്നീൻ്റെ കൂടെയും ടൊമാറ്റോ ചട്നീൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം നമ്മുടെ പൊടി ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയാണ്. ഇത് കഴിക്കാനും നല്ല ക്രിപ്സിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കൂട്ടി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം. ഇതുപോലെ ബാക്കി ചുട്ടെടുക്കും. കുഞ്ഞു മക്കളൊക്കെ ഉള്ളപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വെറൈറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. എന്നും ഒരേ രീതിയിൽ നമ്മൾ ആക്കാതെ വെറൈറ്റിയിൽ എടുക്കുക. നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പ്രഷറൊക്കെ ഉള്ളൊരു നെയ്യൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. നെയ്യ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വേണ്ടിയാണ്. നമുക്ക് പൊടി ചേർക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പൊടിദോശയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.